നമ്മളിപ്പോൾ ഫോണിൽ മൊബൈൽ നെറ്റ് മാത്രമല്ല വൈഫൈ ഉപയോഗിക്കും. വൈഫൈ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും സ്വന്തം വൈഫൈ ഒന്നും ഉണ്ടാകില്ല. എന്നാൽ പല സ്ഥലത്തും നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ അവൈലബിൾ ആണ്. ബസ് സ്റ്റാൻഡ്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ, ഓഫീസുകളിൽ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടും. ചിലരെന്ത് ചെയ്യും, ഇങ്ങനെ വൈഫൈ ഓപ്പൺ വൈഫൈ കാണുന്നേരം തന്നെ ചാടി പിടിച്ച് അത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യും. വൈഫൈ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ് ഈ വീഡിയോ. പ്രത്യേകിച്ച് ഫ്രീ ആയിട്ടുള്ള വൈഫൈ, ഓപ്പൺ വൈഫൈ എവിടെ കണ്ടാലും നിങ്ങൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ വൈഫൈ കൂടെ ഒരുപാട് ഹാക്കിങ് അതുപോലത്തെ സംഭവമൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈയിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കാട്ടിത്തരുന്ന ഒരു സെറ്റിങ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ആയ ആപ്ലിക്കേഷനും ഉണ്ടാവും. എങ്ങനെയായാലും ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട്, അതായത് ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട് വൈഫൈ ഡാറ്റ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. എന്ത് തന്നെയായാലും ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ഇങ്ങനെ വൈഫൈ ഡാറ്റ ഉപയോഗിക്കുന്ന, തിന്നു തീർക്കുന്ന ആപ്ലിക്കേഷൻ അതൊന്നും നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഇതിനാദ്യം നമുക്ക് നമ്മളെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ വൈഫൈ എടുക്കുക. നിങ്ങളുടെ ഫോണിൽ വൈഫൈ എവിടെയാണെന്നുള്ളത് അതൊന്ന് നോക്കിയെടുക്കുക. നോക്കിയെടുത്താൽ കണക്റ്റ് ആയിട്ടുള്ള വൈഫൈ ഒക്കെ ഇവിടെ കാണിക്കും. അതിൻ്റെ മേലെ ഒരു 3 കുത്ത് കാണാം, ഒരു ചെറിയ 3 കുത്ത്. ആ 3 കുത്തിൽ കുത്തിയാൽ അഡ്വാൻസ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അത് ഞെക്കിയാൽ ഇവിടെ കാണാം ഡിറ്റക്റ്റ് സസ്പീഷ്യസ് നെറ്റ്വർക്ക്. അതൊന്ന് ഓണാക്കി ഇടത്തേക്കുക. സിമ്പിൾ പരിപാടിയാണ്. അത് ഓണാക്കിയിട്ടാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈയിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ നമുക്ക് അലർട്ട് തരും, നോട്ടിഫിക്കേഷൻ തരും. മറ്റൊരു കാര്യം കൂടി പറയുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഫ്രീ വൈഫൈ ഉപയോഗിക്കുന്ന നേരം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയും ട്രാൻസ്ഫർ ചെയ്യാണ്ടിരിക്കുക. എസ്പെഷ്യലി ഈ ബാങ്ക് ട്രാൻസ്ഫർ, അതുപോലെ പ്രധാനപ്പെട്ട ലോഗിൻ, അതൊക്കെ ഒഴിവാക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത്, സെറ്റിങ്സിൽ ഇവിടെ മേലെ സെർച്ച് ബാറിൽ നിങ്ങൾ വൈഫൈ കൺട്രോൾ എന്ന് സെർച്ച് ചെയ്യുക. വൈഫൈ കൺട്രോൾ കാണുന്നുണ്ടോ? വൈഫൈ കൺട്രോൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ സ്പെഷ്യൽ ആക്സസ് വരും. അതിലേറ്റവും താഴെ വൈഫൈ കൺട്രോൾ ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് വൈഫൈ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും നമുക്കിവിടെ കാണാനാവും. ഇതിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലാത്ത മറ്റ് ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് വൈഫൈ തിന്നുന്നത് കാണുന്നുണ്ടെങ്കിൽ അവിടെ അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ അലോ ആപ്പ് വൈഫൈ കൺട്രോൾ എന്നുള്ള ഈ ടൊഗിൾ അങ്ങ് ഓഫാക്കി വയ്ക്കുക. അങ്ങനെ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ആ ആപ്പ് നമ്മളെ വൈഫൈ ഉപയോഗിക്കുകയില്ല, ഡാറ്റ ഉപയോഗിക്കുകയില്ല. വേറൊരു കാര്യം കൂടി, നിങ്ങളെ സിസ്റ്റം ആപ്പായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണിക്കും ഇതിൽ. അതൊന്നും നിങ്ങൾ ഓഫാക്കണ്ട. ചിലപ്പോൾ നമ്മളെ ഫോണിൻ്റെ വർക്കിങ്ങിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ സിസ്റ്റം ആപ്പ് അല്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതല്ലാത്തത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഓഫാക്കി വെക്കുക. അപ്പോൾ വൈഫൈ ആയിട്ട് ബന്ധപ്പെട്ട ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പ് അറിയാനൊന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉപകാരമാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഉപകാരമുള്ള ചങ്ങായിമാരുണ്ടാവും, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.